ഹായ് ഓൾ, ഇന്ന് രാവിലെ കരുനാഗപ്പള്ളിക്ക് പോവാണ്. കരുനാഗപ്പള്ളി മൈജിയുടെ ഷോറൂമിന് ഇനാഗുറേഷനായിട്ട് മഞ്ജു വാര്യർ വരുന്നുണ്ട്. അപ്പോൾ മഞ്ജു വാര്യർ കാണാൻ വേണ്ടി എല്ലാവരും ബായ് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ 10 മണിയായപ്പോൾ ഞാൻ മൈജിയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് മൈജിയുടെ പുതിയ ഷോറൂം. ഇതുവരെ മഞ്ജു വാര്യർ വന്നിട്ടില്ല, നമുക്ക് നോക്കാം. അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഉടൻമണത്തിലെ മാത്തൂട്ടിയാണ് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറേ നേരം അവരുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ അതേ മഞ്ജു വാര്യർ എത്തി. മഞ്ജു വാര്യരും കൂടെ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറും ഉണ്ടായിരുന്നു. ഇവിടെ മൈജിയുടെ ഫ്യൂച്ചർ സ്റ്റോറിന്റെ ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ശ്രീ മഞ്ജു വാര്യർ നമുക്ക് മുമ്പിൽ സമ്മാനിക്കുന്നു. എത്തുന്നു മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. നമുക്ക് മുൻപിലേക്ക് മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി എത്തുകയാണ്. നമ്മൾ എല്ലാ കാലത്തും നമ്മുടെ കൺമുൻപിൽ മഞ്ജു വാര്യർ, അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ, അപ്പം ഷാജിക്ക, ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കൃത്യസമയം പാലിക്കുന്ന അതിഥികൾ എന്ന് പറഞ്ഞാല് അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്വത്താണ്. കൃത്യമായ സമയത്ത് നമ്മൾ എപ്പോ പറഞ്ഞുവോ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് നമുക്ക് മുൻപിലേക്ക് രണ്ടുപേരും എത്തിച്ചേർന്നിരിക്കുന്നു. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ, അപ്പം നമ്മുടെ പ്രിയപ്പെട്ട നടൻ, അതിലുപരി നമ്മുടെ കേരളക്കരയുടെ അഭിമാനമായി മാറിയ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ, ഒപ്പം ഷാജിക്ക, എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഗണേഷ് ചേട്ടന്റെ പ്രിയപ്പെട്ട പത്നി കൂടി ഈ അവസരത്തിൽ ഇവിടെ ചേർന്നതിലുള്ള ഏറെ സന്തോഷം ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. താങ്ക് യു. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ മഞ്ജുച്ചി ഇവിടെ നിറഞ്ഞ സദസ്സിന് മുൻപിൽ ഒരുപാട് ആളുകൾ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. മഞ്ജുച്ചി കുറെ സമയമായിട്ട്, ആദ്യം ഇവിടെ കരുനാഗപ്പള്ളിയിലേക്ക് അല്പം മുൻപ് വന്നത് മമ്മൂക്കയാണ്. മമ്മൂക്ക വരുന്ന സമയത്ത് ആളുകൾ എല്ലാവരും മമ്മൂക്ക എന്ത് ഡ്രസ്സാണ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മമ്മൂക്ക ഇവിടെ വൈറ്റ് പൊട്ടും വൈറ്റ് ഷർട്ടും ഇട്ടിട്ട് വന്നു, ട്രഡീഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞങ്ങളിവിടെ ഞെട്ടിച്ച് കളഞ്ഞിട്ടാണ് മഞ്ജു ചേച്ചി ഡ്രസ് ചെയ്തെത്തിയിരിക്കുന്നത്. കറുപ്പിൽ സുന്ദരിയായി മഞ്ജു വാര്യർ, ഒരു ഉഗ്രം കൈയടി. അവിടുന്ന് ഒരുപാട് കുട്ടികൾ അവിടുന്ന് മഞ്ജു ചേച്ചി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇനാഗുറേഷനാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കത് എനിക്ക് തോന്നുന്നു 2 വാക്ക് ആദ്യം സംസാരിച്ചതിന് ശേഷം നമുക്ക് ഒഫീഷ്യൽ ചടങ്ങിലേക്ക് പോകും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം വെയിലത്ത് കാത്തു നിന്നു എന്നറിയാം. വലിയ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും കരുനാഗപ്പള്ളി വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നിർത്തി ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാനുള്ളൊരു അവസരമൊന്നും എനിക്ക് അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. വലിയ സന്തോഷമുണ്ട്. ഇന്ന് ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചതിൽ വലിയ സന്തോഷവും. ശ്രീ ഷാജിയോടും മൈജി കുടുംബത്തിന് മുഴുവനായിട്ടും ഞാൻ നന്ദി പറയുകയാണ്. എപ്പോഴും മൈജിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഷാജിയെ പോലെ തന്നെ മൈജി കുടുംബത്തിലെ ഓരോ അംഗത്തെ പോലെ തന്നെ എന്നെയും വലുതായിട്ട് സന്തോഷിപ്പിക്കുന്നതാണ്. ഇവിടെ തന്നെ മറ്റൊരു മൈജി ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ മൈജിയാണ്. മഞ്ജുച്ചി പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കരുത്, കാരണം മഞ്ജുച്ചി ഞങ്ങൾക്ക് കണ്ടു മതിയാവില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാതെ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളൊരു ചെറിയ ഉദ്ഘാടനം ഇവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ സെയിൽസ് ആരംഭിക്കുക. അപ്പോൾ സെയിൽസ് ആരംഭിക്കുന്നതിന്റെ ഭാഗത്തോട് കൂടിയിട്ട് നമ്മൾ നേരെ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് എന്തായാലും വേറെ വിശദമായിട്ട് പറയാനൊന്നുമില്ല, ഇതൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്, കുറെ കാര്യങ്ങൾക്ക് ഇവർക്കും ചോദിക്കാനുണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് നമ്മൾ അല്പം സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി വിശദമായിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോ തീർച്ചയായിട്ടും നമ്മൾ അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ മഞ്ജു ചേച്ചിയുടെ സഹപ്രവർത്തകനായിരുന്നു. അതിലുപരി ഇപ്പോ മലയാളിയുടെ കേരളത്തിന്റെ അഭിമാനമാണ്. കേരളത്തിന്റെ ഏറ്റവും ആദ്യത്തെ AC ബസ് നമുക്ക് സമ്മാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സുഖ സൗകര്യങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് സമ്മാനിച്ച ഏറ്റവും ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ. 2 വാക്ക് അദ്ദേഹത്തിന്റെ മൈജിയെ കുറിച്ച്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് മൈജിയുടെ ഉദ്ഘാടനത്തിനാണ് വന്നത്. ഞാൻ മന്ത്രിയായതിനു ശേഷം ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഷോറൂമൊന്നും ഉദ്ഘാടനത്തിന് പോകില്ല. പക്ഷേ ഈ ഷാജി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ ഭാര്യയും കൂടെ വരാൻ കാര്യം, ഭാര്യ അങ്ങനെ പൊതുസ്ഥലത്തൊന്നും വരാറില്ല. ഷാജി എൻ്റെ കുടുംബ സുഹൃത്താണ്, എൻ്റെ സഹോദരനാണ്. ഷാജിയുടെ കൊട്ടാരക്കര ഷോറൂം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്.
എവിടെയും ഷോറൂം ഉദ്ഘാടനം ഷാജി എന്നെ ഒന്ന് വിളിക്കും. പക്ഷെ ഞാൻ അവിടെ ഇല്ലെന്നറിഞ്ഞാൽ മാത്രം ഷാജി ഉദ്ഘാടനം ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നെ എല്ലാ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിലും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് 112ാമത്തെ ശാഖയാണ്. ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, മലയാളികൾക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു മാതൃകയാണ്. കുറഞ്ഞ കാലം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വിദേശത്തു നിന്നുള്ള അങ്ങനെ അല്പനേരം സംസാരിച്ചിട്ട് അവർ ഷോറൂം ഉദ്ഘാടനത്തിന് അകത്തേക്ക് പോയി. കരുനാഗപ്പള്ളി മൈജി ഫ്യൂച്ചർ ഷോറൂം ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരൊപ്പം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ എന്നിവർ ചേർന്ന് ഇപ്പോൾ മൈജി ഫ്യൂച്ചർ കരുനാഗപ്പള്ളിക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. വമ്പൻ ഓഫറുകളോട് കൂടിയിട്ടാണ് ഇന്ന് ഈ കരുനാഗപ്പള്ളിയിൽ മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇപ്പോൾ നമുക്ക് മുൻപിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു നല്ല കൈയടി. മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കരുനാഗപ്പള്ളിക്ക് സ്വന്തം ഒരു നല്ല കൈയടി. ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നിമിഷം മുതൽക്ക് മൈജി ഫ്യൂച്ചറിന്റെ സെയിലുകൾ ആരംഭിക്കുന്നതാണ്. ഒട്ടനവധി സമ്മാനങ്ങളുമായിട്ടാണ്, ഒട്ടനവധി മികച്ച ഓഫറുകളുമായിട്ടാണ് മൈജി അതിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇവിടെ കരുനാഗപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളിക്കാരുടെ നത്ത് സ്റ്റേജിലേക്ക് വന്നു. നമുക്ക് രോമാഞ്ചം എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം താങ്ക് യു. ഇപ്പോഴാണ് ശരിക്കും കയ്യടി വീണത് കേട്ടോ. ഓക്കെ, മൈജി നമുക്ക് മുൻപിലേക്ക് വരികയാണ്. മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ മഞ്ജു ചേച്ചിയും ഗണേശേട്ടനും ചേർന്നിട്ട് ഇവിടെ നിർവഹിച്ചത്. മഞ്ജു ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെയൊക്കെ ചെറുപ്പം മുതൽക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രിയപ്പെട്ട നായികയാണ്, നമ്മളെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള മലയാള സിനിമയിലെ നായിക കൂടിയാണ് നമ്മുടെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ളത്. എന്താണ് മഞ്ജു ചേച്ചിയെ കുറിച്ച്? ഞാൻ അവരെ കുറിച്ചൊന്നും പറയാൻ നമ്മളായിട്ടില്ലല്ലോ. എല്ലാവർക്കും അറിയാലോ മഞ്ജു ചേച്ചി എന്താണെന്ന്. ലേഡി സൂപ്പർ സ്റ്റാർ അല്ലേ മഞ്ജു ചേച്ചി, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ, മനസ്സിലായില്ലേ? യെസ്, ഒരു സംശയം വേണ്ട. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരാണ് ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കൊല്ലംകാരനെ കിട്ടാൻ കഴിഞ്ഞുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നാത്തിന്റെ ഒരു ഉഗ്രം കൈയടി. അഭിമാനമായ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ എന്നിവർ മൈജി ഫ്യൂച്ചർ നമുക്ക് മുൻപിൽ സമ്മാനിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് വരികയാണ്. ഉദ്ഘാടന വിശേഷങ്ങൾ പങ്കുവെക്കാനായി അങ്ങനെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പുറത്തു വന്നു. പിന്നെ അവിടെ നടന്നത് റെഡ്മിയുടെ പുതിയ ഫോണായ 13 സീരീസിൻ്റെ കേരളത്തിലെ ഒഫീഷ്യൽ ലോഞ്ചായിരുന്നു. അങ്ങനെ ഷവോമിയുടെ ഒഫീഷ്യൽ ടീംസ് എല്ലാവരും വന്നിരുന്നു. പിന്നെ അവരവിടെ ഫോണിൻ്റെ ലോഞ്ചും പിന്നെ ഫോണിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടി ചെറിയൊരു ബോട്ടിലിൻ്റെ വെള്ളത്തിൽ ഫോൺ നോക്കി എന്നിട്ട് യൂസ് ചെയ്തു എല്ലാം അതൊക്കെയായിരുന്നു പിന്നെ കാണിച്ചത്. അതിനെല്ലാം ശേഷം പിന്നെ മഞ്ജു വാര്യർ തിരിച്ചു പോയി, ഗണേഷ് കുമാർ എല്ലാവരും തിരിച്ച് റിട്ടേൺ പോയി. 3D കർവ്ഡ് ഫ്രണ്ട് ഗ്ലാസ് ബാക്ക് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. അതുകൂടാതെ 1.5 120 ഹെർട്സ് അമോ LED ഡിസ്പ്ലേ, അതുകൂടാതെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ്, IP68 ഡസ്റ്റ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ്, ഫ്രണ്ട് ക്യാമറ 16 MB, റിയർ 200 MB HP3 സെൻസർ, അതുകൂടാതെ 8 MB അൾട്രാ വയലറ്റ് പ്ലസ് 2 MB മാക്രോ എന്നീ സവിശേഷതകളോട് കൂടിയ ഷവോമിയുടെ ഏറ്റവും പുതിയ മോഡൽ ഷവോമി റെഡ്മി നോട്ട് 13 സീരീസിന്റെ ഓൾ കേരള ഒഫീഷ്യൽ ലോഞ്ചാണ് ഇപ്പോൾ മഞ്ജു വാര്യരും ഗണേഷ് കുമാറും ചേർന്ന് ഇവിടെ നിർവഹിക്കുന്നത്. അവരെല്ലാവരും ആ ഫോൺ ഇപ്പോൾ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം കൂടി ഞാനൊന്ന് ഈ അങ്ങനെ പരിപാടിയൊക്കെ തീർന്നതിന് അവിടെ നേരെ പോയി അടുത്തുള്ള KFC പോയിട്ട് ഹോട്ട് ബോക്സ് ഓർഡർ ചെയ്തു. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞാൻ അവിടുന്ന് ഒരു സീറ്റിൽ പോയിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, എന്നാലും വളരെ പെട്ടെന്ന് കിട്ടി. നമ്മുടെ കരുനാഗപ്പള്ളിയുടെ KFCയുടെ പ്രത്യേകത അനുസരിച്ച് എല്ലാം വളരെ പെട്ടെന്നായിരിക്കും ഡെലിവറിയും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാൻ അവിടെ കയറിയത്. വേറെ അവിടെ പോയാലും കുറച്ച് ലേറ്റ് ആവുന്നത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്തു. ഒരു 2-3 മിനിറ്റിൽ തന്നെ എൻ്റെ ഓർഡർ വന്നു. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്, ഹോട്ട് ബോക്സ്. ജസ്റ്റ് ഒരു 3 പീസസ് മാത്രം, 3 പീസസ് പിന്നെ പ്ലസ് ഒരു പെപ്സി. പിന്നെ അത് കഴിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരുന്നതിന് വരെ ബൈ.